മരുന്ന് വേണ്ട വീടുകളിലേക്ക് എത്തുകയാണ്. മരുന്നിനല്ല ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. രോഗം വന്നാൽ ചികിത്സിക്കണം, രോഗം വരാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ശില ഇൻഡസ്ട്രീസ്, അതായത് ഇൻഡസ്ട്രീസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ ഇവിടുത്തെ കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. ഓടിഞ്ഞു പോകുന്നവരെ ഇദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ എല്ലാം ഇതായിട്ടുള്ള ഡോക്ടർ. എവിടെ ചെയ്യുന്നത്? ചെളിമണ്ണിലാണ്. അഞ്ചേക്കർ നൽകി ആ മീനിന്റെ എവിടുന്നോ വന്നതാണെന്നാണ് വിചാരിച്ചത്. കാരണം പല രാജ്യത്തു നിന്ന് വന്നതാണെന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ ചാമക്കഞ്ചിയിലൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോഴും ട്രൈബൽസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു മില്ലറ്റ് തന്നെയാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് യൂട്യൂബർമാരും കൂടെ ഇവിടെ സംഗമിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾക്കൂടെ ഉണ്ടായി. ഒരുപാട് സ്നേഹം നിറഞ്ഞ, ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടു. അതേപോലെ തന്നെ അവിടെ നമുക്ക് ഭക്ഷണം ഒരു ഘടകം തന്നെ ആവുകയാണ്. അവരുടെ ജീവിതത്തിന്റെ കാര്യമാണ് സന്തോഷം പ്രതിലും പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കി മാറ്റാൻ നമുക്ക് ഒന്ന് ഇടപെടേണ്ടത് ആവശ്യമാണ്. ആ മില്ലറ്റ് നമുക്ക് തോന്നുന്ന കഞ്ഞി അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാം, ഇഡലിക്ക് ചേർക്കാം. മാത്രമല്ല, നമ്മൾ ഇന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന പ്രത്യേകതരം പലഹാരങ്ങൾ, ബിസ്ക്കറ്റിന് അപ്പുറത്തേക്ക് 100 കണക്കിന് ഇനങ്ങൾ മില്ലറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇതിന്റെ IIMR സ്ഥാപനമാണ് ഇന്ത്യ ഏറ്റവും മുൻനിര സ്ഥാപനം, ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച്. ഞാൻ അവിടെ പോയിരുന്നതാണ്. അവരുടെ ആളുകൾ കേരളത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയും IIMR-ന്റെ ഒരു വിഭാഗം ഡയറക്ടർ ഡോക്ടർ ദയാകർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുമായി ചേർന്ന് കൂടുതൽ കർഷകർക്ക് ഈ കാര്യത്തിൽ പിന്തുണയും പിന്തുണയും നൽകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മില്ലറ്റ് കഫേകൾ കേരളത്തിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഗവൺമെന്റ് എടുത്തു. 2 മാസത്തിനകം ആദ്യത്തെ മില്ലറ്റ് കഫേ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്.